എല്ലാവർക്കും ജി.കെ ടിപ്സ് പി.എസ്.സിയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 18 നടന്ന പ്രിലിംസ് ഫേസ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 2023 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. 1 ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ, 2 നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, 3 ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ, 4 രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ വരിക 4 മാത്രം, അതായത് രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ എന്നുള്ളത് ശരിയല്ല. അപ്പോൾ ഇവിടെ രംഗഭൂമി രചിച്ചത് പ്രേംചന്ദ് ആണ്, പക്ഷെ അത് ബംഗാളി ഭാഷയിലുള്ളതല്ല, ഹിന്ദി ഭാഷയിലുള്ളതാണ്. 2 താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? 1 ചേരിചേരാ പ്രസ്ഥാനം, 2 സിയോണിസ്റ്റ് പ്രസ്ഥാനം, 3 ജൂത ജനകീയ പ്രസ്ഥാനം, 4 ജൂത വിമോചന പ്രസ്ഥാനം. ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ആൻസർ വരെ സിയോണിസ്റ്റ് പ്രസ്ഥാനം. 3 പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? 1 ഹിറ്റ്ലർ, 2 മുസോളിനി, 3 സ്റ്റാൻലിൻ, 4 മാവോ സേത്തുങ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് ആൻസർ വരെ മുസോളിനി. 4 കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ്. 1 പതിറ്റുപത്ത്, 2 അകനാനൂറ്, 3 പുറനാനൂറ്, 4 ചിലപ്പതികാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ആൻസർ വരെ പതിറ്റുപത്ത്. 5 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രമാണ്. 1 സംഘം കൃതികൾ, 2 മൂഷകവംശ മഹാകാവ്യം, 3 തുവത്തുൽ മുജാഹിദീൻ, 4 ചിലപ്പതികാരം. ആൻസർ വരെ മൂഷകവംശ മഹാകാവ്യം. 6 പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 1 വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. 2 പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 1946. 3 സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. 4 ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. പരസ്പര ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരെ 3ഉം 4ഉം. സവർണജാഥ മന്നത്ത് പത്മനാഭനാണ്, പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹമല്ല, വൈക്കം സത്യാഗ്രഹമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ്. കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂർ മഹാരാജാവാണ്. 7 താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. 1 ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. 2 ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. 3 ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം. 4 ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കല്ല, കേന്ദ്ര സർക്കാരിനാണ്. 3ാമത്തെ പ്രസ്താവന, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതമല്ല, ജലഗതാഗതമാണ്. 8 വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തെരഞ്ഞെടുത്ത് എഴുതുക. 1 ഉഷ്ണമേഖല ഇലവൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം. 2 മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം. 3 ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. 4 ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ആൻസർ വരിക 1ഉം 2ഉം 3ഉം ആണ്. അതായത് ഉഷ്ണമേഖല ഇലവൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഇനി 4ാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. 9 ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. 1 ഗ്രാനൈറ്റ്, 2 കൽക്കരി, 3 ബസാൾട്ട്, 4 ഗാബ്രോ. അവസാദ ശിലയ്ക്ക് ഉദാഹരണം ആൻസർ വരെ കൽക്കരി. 10 താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? 1 ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടു. 2 ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 3 ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കുമിടയിൽ. 4 ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഫൈനൽ ആൻസർ കീ പ്രകാരം ആൻസർ കൊടുത്തത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് എന്നാണ്. പക്ഷേ ഈ പ്രസ്താവനകളെല്ലാം വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 11 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം. ആൻസർ വരെ സെപ്റ്റംബർ 16. 12 നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. 2 ഒരു ഖാരിഫ് വിളയാണ്. 3 ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. 4 എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ആൻസർ വരെ ഓൾ ഓഫ് ദി എബവ്. എല്ലാ പ്രസ്താവനകളും നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്.
13 അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 2. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. 3. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ആൻസർ വരിക എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1974-78 വരെയാണ് നടപ്പിലാക്കിയത്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. 14. 1981 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 1. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. 2. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. 3. ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. അതായത് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. ഇനി പ്രസ്താവന 3 ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു എന്നുള്ളത് തെറ്റാണ്. 15 താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? എ. ബാങ്കുകളുടെ ബാങ്ക് RBI, ബി. വാണിജ്യ ബാങ്ക് SBI, സി. പുതുതലമുറ ബാങ്ക് ICICI, ഡി. സഹകരണ ബാങ്ക് LIC. ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരിക സഹകരണ ബാങ്ക് LIC. 16 ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിക്കാനാണ്. ലിസ്റ്റ് 1 1 ഗതാഗതം, ലിസ്റ്റ് 2 എ പ്രാഥമിക മേഖല, 2 മത്സ്യബന്ധനം, ബി ദ്വിതീയ മേഖല, 3 നിർമ്മാണം, സി തൃതീയ മേഖല. പക്ഷേ ആൻസർ വരിക 1 സി, അതായത് ഗതാഗതം തൃതീയ മേഖല, 2 എ മത്സ്യബന്ധനം പ്രാഥമിക മേഖല, 3 ബി നിർമ്മാണം ദ്വിതീയ മേഖല. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. 17 അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. ബി. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. സി. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഡി. അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനമാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക സി ആണ്. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്നുള്ളത് തെറ്റാണ്. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ആരവല്ലി പർവ്വതനിരകളിലും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലുമാണ്. 18 നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എ. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. ബി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സി. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. ഡി. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് തെറ്റാണ്. 19ാമത്തെ ചോദ്യം ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. അതിനെ നമുക്കൊന്ന് മാറ്റാം. 2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ. 20 ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ആൻസർ 16. ഭരണഘടനയുടെ 16ാം അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്. 21 ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ആൻസർ ഫ്രാൻസ്. 22 ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ആൻസർ ജമ്മു കാശ്മീർ. 23 രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ആൻസർ നിർദ്ദേശക തത്വങ്ങൾ. 24 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആൻസർ 1. ഒരു തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തത്. 25 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? 1 അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 2 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1, 3 അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. ദേശീയ തലത്തിലാണ് 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 50% സീറ്റുകളാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നത്. 26 ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. 2 അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. 3 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം ശരി, 3 തെറ്റ്. അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി രൂപീകരിച്ചത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്.
27 നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ആൻസർ എന്റെ കൂട്. 28 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തിരുവനന്തപുരം. 29 സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര്? ആൻസർ വരിക മുഖ്യമന്ത്രി. 30 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആൻസർ വരിക മെഡിസെപ്പ്. 31 സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ആൻസർ പ്രസിഡന്റ്. 32 1 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. 2 വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മയായിരുന്നു. 3 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ആൻസർ വരിക 2 അതായത് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മയായിരുന്നു എന്നുള്ളത് തെറ്റാണ്. സുഗതകുമാരിയായിരുന്നു വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ. 33ാമത്തെ ക്വസ്റ്റ്യൻ ആ സമയത്തെ കറണ്ട് അഫെയർ ആണ്. അതിന് പകരം നമുക്ക് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണെന്ന് നോക്കാം. ആൻസർ വരിക ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. 34 നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ആൻസർ വൃക്ക. 35 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? 1 പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. 2 പിത്തരസത്തിൽ എൻസൈമുകളില്ല. 3 പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. 4 പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം. പിത്തരസം വൃക്കയല്ല കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നില്ല. 36 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. 37 ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത്? ആൻസർ നവംബർ 14. 38 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? 1 പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, 2 തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ, 3 ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ, 4 അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. ശരിയായ രീതി യോജിപ്പിച്ചിരിക്കുന്നവയാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 4ഉം ആണ്. പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ശരിയാണ്. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ ശരിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ അല്ല, തൈറോക്സിനും കാൽസിറ്റോണിനും ആണ്. ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ അല്ല, ഇൻസുലിൻ ആണ്. 39 എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ആൻസർ വരിക ബാക്ടീരിയ. 40 കാർസാപ്പ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? ആൻസർ വരെ 2018 ഒക്ടോബർ. 41 കറണ്ട് അഫെയർ ആണ്. അതിന് പകരം നമുക്ക് 2025-ലെയും 2026-ലെയും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളെ നോക്കാം. 2025-ൽ ദക്ഷിണ കൊറിയയും 2026-ൽ അസർബൈജാനുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ. 42 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബം ആയിരിക്കും. 2 ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ആൻസർ വരെ 2 പ്രസ്താവനകളും ശരി. 43 ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ആൻസർ വരെ പാസ്കൽ നിയമം. ഇനി 44ാമത്തെ ചോദ്യം. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ആൻസർ വരെ 4 മടങ്ങാണ്. അതായത് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമപ്രകാരം ഗുരുത്വാകർഷണ ബലം F എന്ന് പറയുന്നത് വസ്തുക്കളുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. അതായത് F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/d². d എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ദൂരമാണ്. അപ്പൊ ദൂരം പകുതി ആകുമ്പോൾ d എന്നുള്ളത് d/2 ആകും. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/d/2² എന്ന് വരും. അതെന്ന് പറയുന്നത് 1/d²/4 എന്ന് വരും. അതിന് നമ്മൾ വിൽക്രമം എടുക്കുമ്പോൾ 4/d². അങ്ങനെയാണ് നമുക്ക് 4 മടങ്ങ് എന്നുള്ള ഉത്തരം കിട്ടുക. 5ാമത്തെ ചോദ്യം. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേര്? ആൻസർ ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതി ഗഗൻയാൻ. 46 ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. 47 ലിഥിയം 3 ലിഥിയം 7 ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ആൻസർ 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ 4 ന്യൂട്രോൺ. ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതാണ് 3. ഇനി പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. അതായത് അതാണ് 3 + 4 7. 48 പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. 2 ഒരു പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. അപ്പൊ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1 മാത്രം ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു എന്നുള്ളതാണ് ശരി. 2ാമത്തെ പ്രസ്താവന ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്നുള്ളത് തെറ്റാണ്. ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളതാണ് ശരി. 49 അലൂമിനിയത്തിന്റെ അയിര് ഏത്? ആൻസർ ബോക്സൈറ്റ്.
50 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം. ആൻസർ ബാംഗ്ലൂർ. 51 ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു. 52 കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം. ആൻസർ വരെ മോഹിനിയാട്ടം. 53 രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? ആൻസർ വരെ ഉമയുടെ തപസ്യ. തപസ്യ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ്. 54 ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? ആൻസർ വള്ളത്തോൾ. 55 കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണിവ? ആൻസർ കുഞ്ഞുണ്ണി മാഷ്. 56 ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ആൻസർ പെരിയാർ. 57 ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ആൻസർ ഇംഗ്ലണ്ട്. 58 ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആൻസർ വരെ ചങ്ങമ്പുഴ. 59 വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുവാൻ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂട്ട്. 60 കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? ആൻസർ 66D. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ശിക്ഷ നടപ്പിലാക്കുന്ന സെഷൻ 66D. 61 ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ആൻസർ വരെ ഒക്ടോബർ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബർ. 62 കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡ്. 63 ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ആൻസർ റേഡിയോ തരംഗം. 64 പ്രസ്താവന എ നിയമസഭാ സ്പീക്കറുടെ കൈവശം ഉള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം ആർ പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. ബി എയും ആറും ശരിയാണ്, എന്നാൽ ആർ എയുടെ ശരിയായ വിശദീകരണം അല്ല. സി എ ശരിയാണ് പക്ഷേ ആർ തെറ്റാണ്. ഡി എ തെറ്റാണ് പക്ഷേ ആർ ശരിയാണ്. ആൻസർ വരിക എ തെറ്റാണ് പക്ഷേ ആർ ശരിയാണ്. അതായത് നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ളത് തെറ്റാണ്. ആർ ശരിയാണ്. അതായത് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. 65 താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-20 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. 2 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥ തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 3 ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പരിധിയിൽ വരില്ല. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ 3 മാത്രം. അതായത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നത് തെറ്റാണ്. ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തന്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, സെഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ആൻസർ വരെ എക്സിനും വൈക്കും തുല്യമായി. ഇതൊരു ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 67 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? എ പരാതിക്കാരിക്ക് നിയമപരമായ അവകാശം ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. ബി പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. സി എതിർകക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ്. ഡി എയും ബിയും മാത്രം. അതായത് ഗാർഹിക പീഡന സംരക്ഷണ നിയമം 2005 19 വകുപ്പ് പ്രകാരം പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചതും. ആൻസർ വരെ ഡി എയും ബിയും മാത്രം. അതായത് പരാതിക്കാരിക്ക് നിയമപരമായ അവകാശം ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. 68 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ആൻസർ വരെ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി.
19 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ റേത്കർ ആണ്. 70 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ വരിക 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 29, 30 അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ വ്യവസ്ഥ. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണം ഉള്ളതുപോലെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമം, അതാണ് ഭരണഘടനാ വ്യവസ്ഥ. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ ഭരണഘടനാ വ്യവസ്ഥയോട് യോജിക്കുന്ന പ്രസ്താവനകൾ ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പൗരരുടെ അവകാശങ്ങൾ നിർവചിക്കുന്നു, ശരിയാണ്. സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, തെറ്റായ പ്രസ്താവനയാണ്. ഭരിക്കുന്നവർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നു, തെറ്റായതാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നു, ശരിയാണ്. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തിരിച്ചു. ഇനി ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് CE 1600. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങൾ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. അപ്പം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടനയുടെ ചരിത്രമാണ് പറയുന്നത്. ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി CE 1600. പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ നിയന്ത്രണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായി. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. പിന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ ഇന്ത്യയിലെ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങൾ. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു.
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇനി ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു.